ജെറമിയ അധ്യായം 27. യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ സെദെക്കിയായുടെ ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിനോട് അരുളി ചെയ്തു, നുകവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക. ജെറുസലമിൽ യൂദാ രാജാവായ സെദെക്കിയായുടെ അടുക്കൽ വരുന്ന ദൂതന്മാർ വശം ഏദോം, മോവാബ്, അമ്മോൻ, ടൈർ, സീദോൻ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയക്കുക. തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കാൻ അവരോട് പറയണം, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തമായ കരം നീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ്. എനിക്ക് ഉചിതമെന്ന് തോന്നുന്നവന് ഞാൻ അത് നൽകും. ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബൂഖദ്നേസറിൻ്റെ കരങ്ങളിൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അവനെ സേവിക്കാൻ വയലിലെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു. സകല ജനതകളും അവനെയും അവൻ്റെ പുത്രനെയും പൗത്രനെയും അവൻ്റെ രാജ്യത്തിൻ്റെ കാലം പൂർത്തിയാകുന്നതുവരെ സേവിക്കും. അതിനുശേഷം അനേക ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിനെ സേവിക്കുകയോ അവൻ്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവൻ്റെ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്ക് നിങ്ങൾ ശ്രവിക്കരുത്. നിങ്ങളുടെ ദേശത്തു നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്തി നശിപ്പിക്കാനും ഇടയാകത്തക്ക നുണയാണ് അവർ പ്രവചിക്കുന്നത്. ബാബിലോൺ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും. അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. യൂദാ രാജാവായ സെദെക്കിയായോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ബാബിലോൺ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക. ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് എന്തിനു മരിക്കണം. ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അവർ പ്രവചിക്കുന്നത് നുണയാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. പുരോഹിതന്മാരോടും ജനത്തോടും ഞാൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്ന് ഉടനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. അവർ നുണയാണ് പ്രവചിക്കുന്നത്. അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. ബാബിലോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക. എന്തിന് ഈ നഗരം ശൂന്യമാകണം? അവർ പ്രവാചകന്മാരെങ്കിൽ കർത്താവിൻ്റെ വചനം അവരോടുകൂടെ ഉണ്ടെങ്കിൽ ദേവാലയത്തിലും യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലമിലുമുള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ. യൂദാ രാജാവായ യഹോയാക്കീമിൻ്റെ പുത്രൻ യെക്കോണിയായെയും യൂദായിലെയും ജെറുസലമിലെയും കുലീനരെയും ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ജെറുസലമിൽ നിന്ന് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ, പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലമിലും ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് അരുളി ചെയ്യുന്നു. അവയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും.
എൻ്റെ സന്ദർശന ദിവസം വരെ അവ അവിടെ ആയിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും. Chapter 27. In the beginning of the reign of Jehoiakim, son of Josiah, king of Judah, this message came to Jeremiah from the Lord. Thus says the Lord to me, Make for yourselves bands and yoke bars, and put them over your shoulders. Send to the kings of Edom, of Moab, of the Ammonites, of Tyre, and of Sidon, through the ambassadors who have come to Jerusalem, to Zedekiah king of Judah, and charge them thus, Tell your masters, Thus says the Lord of hosts, the God of Israel, It was I who made the earth, and man and beast on the face of the earth, by my great power, with my outstretched arm, and I can give them to whomever I think fit. Now I have given all these lands into the hand of Nebuchadnezzar, king of Babylon, my servant. Even the beasts of the field I have given him for his use. All nations shall serve him, and his son and his grandson, until the time of his land too shall come. Then it in turn shall serve great nations and mighty kings. Meanwhile, if any nation or kingdom will not serve Nebuchadnezzar king of Babylon, or will not bend its neck under the yoke of the king of Babylon, I will punish that nation with sword, famine, and pestilence, says the Lord, until I give them into his hand. You, however, must not listen to your prophets, to your diviners and dreamers, to your soothsayers and sorcerers who say to you, You need not serve the king of Babylon. For they prophesy lies to you, in order to drive you far from your land, to make me banish you so that you will perish. The people that submits its neck to the yoke of the king of Babylon to serve him, I will leave in peace on its own land, says the Lord, to till it and dwell in it. To Zedekiah king of Judah I spoke the same words. Submit your necks to the yoke of the king of Babylon. Serve him and his people so that you may live. Why should you and your people die by sword, famine, and pestilence, with which the Lord has threatened the nation that will not serve the king of Babylon? Do not listen to the words of those prophets who say, You need not serve the king of Babylon, for they prophesy lies to you. I did not send them, says the Lord, but they prophesy falsely in my name, with the result that I must banish you, and you will perish, you and the prophets who are prophesying to you. To the priests and to all the people I spoke as follows, Thus says the Lord, Do not listen to the words of your prophets who prophesy to you, The vessels of the house of the Lord will be brought back from Babylon soon now, for they prophesy lies to you. Do not listen to them. Serve the king of Babylon that you may live, else this city will become a heap of ruins. If they were prophets, if the word of the Lord were with them, they would intercede with the Lord of hosts, that the vessels which remain in the house of the Lord and in the palace of the king of Judah and in Jerusalem might not be taken to Babylon. For thus says the Lord of hosts concerning the pillars, the bronze sea, the stands, and the rest of the vessels that remain in this city, which Nebuchadnezzar king of Babylon did not take when he exiled Jeconiah son of Jehoiakim king of Judah from Jerusalem to Babylon, along with all the nobles of Judah and Jerusalem. Yes, thus says the Lord of hosts, the God of Israel, concerning the vessels that remain in the house of the Lord, in the palace of the king of Judah and in Jerusalem, To Babylon they shall be brought, and there they shall remain until the day I look for them, says the Lord. Then I will bring them back and restore them to this place.